പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കൂടെ കർത്താവ് ഇരിക്കട്ടെ. കർത്താവ് കൂടെ വസിക്കട്ടെ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥന. ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ഇന്ന് 6-ാം തീയതിയാണ്, മാർച്ച് മാസം 6-ാം തീയതി. പഠിക്കുന്ന വചനം സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. ഇന്നലെ നാം 11, അതിൻ്റെ തലേ ദിവസം 10 ആണ് പഠിച്ചത്. 11 ഇന്നലെ പഠിച്ചു. ഇന്ന് 12-ാമത്തെ വചനമാണ്. അതിങ്ങനെയാണ് നമ്മോട് പറയുന്നത്: അപ്പോൾ കർത്താവ് വിശുദ്ധ ദേശത്ത്, അപ്പോൾ കർത്താവ് വിശുദ്ധ ദേശത്ത് തൻ്റെ ഓഹരിയായി യൂദായെ യൂദായെ സ്വന്തമാക്കും. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. The Lord will inherit Judah as his portion in the Holy Land and will again choose Jerusalem. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സ്വന്തമായി തീരാനായിട്ട് എന്നെയും നിങ്ങളെയും കർത്താവ് ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ, ഈശോയുടെ സ്വന്തമായി തീരാൻ ആഗ്രഹമില്ലേ? കർത്താവിൻ്റെ സ്വന്തമായി. ഒരു ഗാനമുണ്ട്, അതിങ്ങനെയാണ്: യേശുവിൻ്റെ സ്വന്തമാകുവാൻ. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവേ നിന്റെ സ്വന്തമായി തീരാൻ ഈ ദിവസം എന്നെ സഹായിക്കണമേ. കർത്താവിനോട് ചേർന്നിരുന്ന് നമുക്ക് ഈ ഗാനത്തിൻ്റെ ഇരടികൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെല്ലട്ടെ. കർത്താവെ നിന്റെ സ്വന്തമായി തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ സ്വന്തമാകുവാൻ ഉള്ളിൽ നിന്നുറച്ചു ഞാനീതാ, നൽകിടുന്നു തൃക്കരങ്ങളിൽ എന്നിലെ സമസ്തവും മുതാ. കർത്താവെ, എന്നിലുള്ള സർവവും നിന്റെ കരങ്ങളിലേക്ക്, കരങ്ങളൊക്കെ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് കർത്താവിനോട് പറഞ്ഞ്, കർത്താവെ എന്നെ അങ്ങയുടെ സ്വന്തമാക്കണമേ. അങ്ങ് എന്നിൽ ആഗ്രഹിക്കാത്തതെല്ലാം മാറ്റി അങ്ങയുടെ സ്വന്തമായി തീരാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവം അനുഗ്രഹിക്കും. യേശുവിൻ്റെ സ്വന്തമായി തീരാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.